ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം ഏട്ടൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് നമ്മുടെ ലാപ്ടോപ്പും പിന്നെ ചെവിയിലൊക്കെ പാട്ടേക്കുന്ന സാധനം ഉണ്ടല്ലോ അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പാട്ടൊക്കെ ഇട്ടിരിക്കുമായിരുന്നു കേട്ടോ. അന്നേരം ഞങ്ങൾ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ടോ. അന്നേരം ഏട്ടന് ഞാൻ മറ്റേ പണ്ടത്തെ ഒരു പാട്ടുണ്ടല്ലോ, ഓ നാ അതിൻ്റെ സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കാശിക്കുട്ടനാണെങ്കിൽ അവിടെ നിന്നിട്ട് ടി വിയിൽ ഒച്ചത്തിൽ പാട്ടിട്ടിട്ട് അവൻ പാട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റൊക്കെ കൂടുന്ന സന്തോഷത്തിൽ എന്നെ വീണ്ടും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ എൻ്റെ ഒപ്പം ഡാൻസ് കളിക്കാൻ കൂടിയിട്ടോ. അങ്ങനെ ഓരോ സ്റ്റെപ്പൊക്കെ ഞാൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മതിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ടോ റൂമിലിട്ട്. അപ്പോൾ കാശിക്കുട്ടൻ്റെ കാലിൽ ഞങ്ങൾ കുഞ്ഞിലെ പോലെ തളയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 4.5 വയസ്സാവാറായിട്ടുണ്ട് കാശിക്കുട്ടൻ. 4.5 വയസ്സായി. അപ്പോൾ ഈ തള ഇപ്പോഴാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ചെറുപ്പത്തിലേ ഇട്ടാണ്ട് ഒരു വയസ്സിൽ 1.5 വയസ്സിൽ എന്തോ മുറിച്ചിട്ട് രണ്ടാമത് വേറെ ഇട്ടാണ് കേട്ടോ. ആദ്യം വാങ്ങിച്ചപ്പോൾ പൊട്ടിപ്പോയത് ഞങ്ങൾ വീണ്ടും വേറെ മേടിച്ചിട്ട് വേറെ തളയിട്ടാണ് കേട്ടോ. കാശിക്കുട്ടൻ്റെ കാലിന് വലിയ വണ്ണം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും ഇതിങ്ങനെ കാലിൽ കിടക്കുവാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളിലൊക്കെ ചേർക്കാറായില്ലെന്ന് ഓർത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എൻ്റെ ഒരു കണ്ണി ഇടയ്ക്കിടയ്ക്ക് കാശിൻ്റെ കാലുമ്പോൾ കണ്ടിട്ട് പോർണമുണ്ട് നമ്മൾ ആ തള ഇത്തവണ മുറിച്ചിട്ടോ. ഇങ്ങനെ മുറിക്കാന്ന് പറഞ്ഞ് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ സ്കൂളിൽ ചേർക്കുമ്പോൾ അഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കാശിൻ്റെ കാലും കിടക്കണാണ് നല്ല ഭംഗിയായതുകൊണ്ട് ഞാൻ അത് അഴിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാശിൻ്റെ കാലിങ്ങനെ പോർണ ഉണ്ടാവുന്നുണ്ട്. ഞങ്ങളത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പോറ് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വെച്ചേക്കണ്ട മുറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലെയർ എടുത്ത് രാത്രി തന്നെ അച്ഛൻ വന്നപ്പോൾ കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ കാശിൻ്റെ തള അങ്ങനെ ഉരിച്ചിരിക്കുകയാണ് ഗൈസ്. കാശിൻ്റെ കാലിലെ തള കിടക്കണ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു കുഞ്ഞുങ്ങളുടെ കാലിൽ തല കിടക്കണം നല്ല ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ ഊരിപ്പോൾ കാശിക്കൂട്ടും കുറച്ച് വലുതായ പോലെ എനിക്ക് തോന്നി ഗൈസ്. തള ഊരി കഴിഞ്ഞപ്പോൾ അങ്ങനെ തളയൊക്കെ ഊരി കഴിഞ്ഞപ്പോൾ കാശിക്കൂട്ടും സന്തോഷമായിട്ട് അവൻ ചോദിക്കുന്നത് ഇനിയിപ്പോൾ തള മുറിച്ച് കളഞ്ഞില്ലേ, ഇത് കൊടുത്താൽ പൈസ കിട്ടില്ലല്ലോ എന്നൊക്കെയാണ് അവൻ്റെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അങ്ങനെ തളയൊക്കെ മുറിച്ച് സങ്കടമായിപ്പോയി ഗൈസ് എനിക്ക്. എന്നാലും തള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി ചെയിൻ മേടിച്ചു കൊടുക്കണം എന്നാണ് കാശിക്കുട്ടൻ പറഞ്ഞേക്കണേ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.